എറണാകുളത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി അരുൺ പറയൂ, നിലവിലിപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് നിർവചിക്കപ്പെടുന്നത്? തീർച്ചയായും മാറി മറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഈ എറണാകുളം ജില്ല ഒന്നാകെ നേരിടുന്നത്. അതിൽ കൃത്യമായി തന്നെ ഒരു പഴയ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു എറണാകുളം ജില്ലയ്ക്ക്. അത് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തന്നെ ചാഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി വലിയ മാറ്റങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. വലിയ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമാണെങ്കിൽ ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചു നോക്കി. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ഒരു തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കഴിഞ്ഞ ഒരു ടേമിൽ UDF ആയിരുന്നു കൊച്ചി കോർപ്പറേഷൻ ഭരിച്ചതെങ്കിൽ ഇത്തവണ LDF ആണ്. പക്ഷേ ഇവരൊക്കെ തന്നെ മാറി മാറി നൽകിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് ഇവരിൽ നിന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, ഈ മാലിന്യ പ്രശ്നം കൊച്ചിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. ഒരിക്കലും തീരാത്ത ഒരു പ്രതിസന്ധിയായി ഇടത് വലത് മുന്നണികൾ അത് മുന്നോട്ട് വെക്കുന്നു. അത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തമടക്കം അത് വലിയ ചർച്ചയായതാണ്. അതോടൊപ്പം തന്നെ ഒറ്റ മഴയ്ക്ക് തന്നെ ഈ ഒരു പ്രദേശം ഒന്നാകെ വെള്ളത്തിനടിയിലേക്കാകുന്ന അവസ്ഥ, അത് കാനകൾ കൃത്യമായി വേണ്ടത്ര സമയം എടുത്ത് ശുചീകരിക്കാത്തതിൻ്റെ ഒരവസ്ഥ, അങ്ങനെ ജനകീയമായുള്ള പല പ്രശ്നങ്ങളും നേരിടുമ്പോഴും അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷത്താകുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് നൽകി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി മാറാൻ സാധ്യതയുള്ളത് ഈ മുനമ്പമാണ്. നമുക്കറിയാം, ഒരു ജനിച്ച മണ്ണിൽ ജീവിക്കാനായി മുനമ്പം ജനത നടത്തിയ ഒരു സമരം, ആ സമരത്തിന് നേരെ ഇടത് വലത് മുന്നണികൾ കാട്ടിയ ആ പ്രഹസനമായുള്ള പിന്തുണ, ആ സാഹചര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ വിഷയമായി തന്നെ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇനി BJPയെ സംബന്ധിച്ചോളം, NDAയെ സംബന്ധിച്ചോളം ഏറെ ആശ്വാസകരമായുള്ള ചില വാർത്തകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് മുന്നേറാൻ കഴിയും. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും കൃത്യമായി തന്നെ മുന്നോട്ട് പോകാനാകും. അതുകൊണ്ട് തന്നെ ഈ മേഖലകൾ തിരിച്ചുള്ള ജാഥകൾ അത് BJPക്ക് ഒരുപാട് ഗുണം ചെയ്തു. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് കൊച്ചി കോർപ്പറേഷൻ ആകട്ടെ, അതുപോലെ കൊച്ചിയിലെ സാഹചര്യങ്ങൾ, അതായത് അരുൺ പറയുന്നത് രോഹിണി, ഈ പരമ്പരാഗത ഒരു ശൈലി ഇത്തവണ കൊച്ചിയിൽ, അതായത് ഈ എപ്പോഴും UDFനൊപ്പം നിൽക്കുന്നു ആ ഒരു ശൈലി ആയിരിക്കില്ല ഒരുപക്ഷെ മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഒരു മാറ്റം ഉണ്ടായേക്കാം. കാരണം ജനങ്ങൾ പൊറുതി മുട്ടിയിട്ടുണ്ട്. ഈ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നമായാലും, ഒറ്റ മഴയത്ത് വെള്ളം പോകുന്ന സ്ഥിതിയായാലും, ഡ്രൈനേജിന്റെയും കനാലുകളുടെയും ഒക്കെ ദുരവസ്ഥയായാലും ഒക്കെ അതൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും മധ്യ കേരളത്തിൽ, വിശേഷിച്ച് എറണാകുളം പോലെയുള്ള ജില്ലകളിൽ ഉണ്ടാക്കുക എന്നാണ് അരുൺ കൊടുങ്ങൂർ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ മറ്റു പ്രതിനിധികൾ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ടു കാസർഗോഡ് അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം